ഇന്നലെയാണ് കേരള സാങ്കേതിക സർവകലാശാലയുടെ VC നിയമനത്തിൽ ഗവർണറുടെ നീക്കം തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി തീരുമാനമെടുത്തത്. ഗവർണറുടെ ആവശ്യങ്ങൾ കോടതി തള്ളുകയായിരുന്നു. നമുക്ക് പരിശോധിക്കാം എന്താണ് ഗവർണർ പറഞ്ഞത്, എന്താണ് ഹൈക്കോടതിയിൽ തീരുമാനമായത്. ഗവർണർ പറയുന്നു, സർക്കാരിന് KTU താൽക്കാലിക VC നിയമനത്തിൽ ഇടപെടാനാകില്ല. ഇത് കണ്ണൂർ VCയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഗവർണർ ഇങ്ങനെയൊരു നീക്കം മുന്നിലേക്ക് വെക്കുന്നത്. എന്നാൽ ചാൻസലർ എന്ന നിലയിൽ നിയമിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന് ഇടപെടാനാകില്ല എന്നത് ഹൈക്കോടതി തള്ളി. സംസ്ഥാന സർക്കാരിന് ഒരു പാനൽ നൽകാം, ആ പാനലിൽ നിന്ന് വേണം ഗവർണർ നിയമനം നടത്തേണ്ടത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ഇടപെടാൻ ആകില്ല എന്നുള്ളതായിരുന്നു നേരത്തെ കണ്ണൂർ VCയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ഗവർണർക്ക് അനുകൂലമായൊരു വിധി വരുന്നത്. എന്നാൽ സുപ്രീം കോടതി വിധി കണ്ണൂർ സർവകലാശാല സ്ഥിരം VC നിയമന കേസിലാണ്. അതും KTU VC നിയമനവുമായി രണ്ടും വ്യത്യസ്ത സാഹചര്യമാണ് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ചാൻസലർക്ക് സ്വന്തം നിലയ്ക്ക് നിയമനം നടത്താൻ സാധിക്കും എന്ന് ഗവർണർ ആവർത്തിച്ചു പറയുന്നു. 2023 സിസ തോമസ് കേസിലെ നിലപാടാണ് ശരിയെന്ന് ഹൈക്കോടതി നിലപാടെടുക്കുന്നു. കണ്ണൂർ VC കേസിലെ വിധി KTU സർവകലാശാലയ്ക്കും ബാധകമാണ് എന്നതാണ് ഗവർണറുടെ വാദം. എന്നാൽ സിസ തോമസ് കേസിലെയും കണ്ണൂർ VC കേസിലെയും വിധിക്ക് വ്യത്യസ്ത സാഹചര്യമാണ് എന്നാണ് ഹൈക്കോടതി ഇന്നലെ ഗവർണറുടെ വാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഹൈക്കോടതി വിധിയിൽ കൂടുതൽ വ്യക്തത വേണം എന്ന് ഗവർണർ ആവശ്യപ്പെടുമ്പോൾ ഹൈക്കോടതി പറയുന്നു, ചാൻസലർക്ക് വേണ്ടി വിധിയിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നത് അനുചിതമാണ് എന്ന നിലപാട് കൂടി എടുക്കുന്നു. ചുരുക്കത്തിൽ കണ്ണൂർ സർവകലാശാലയുടെയും KTU അഥവാ കേരള സാങ്കേതിക സർവകലാശാലയുടെയും വിധികൾ രണ്ടും വ്യത്യസ്തങ്ങളാണെന്നും താൽക്കാലിക VC നിയമനത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുമെന്നും പാനൽ കൊടുക്കാനുള്ള അധികാരമുണ്ടെന്നും ഹൈക്കോടതി വിധിക്കുന്നു. ആ വിധി വരുന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഗവർണർ വളരെ അസാധാരണമായൊരു നീക്കം നടത്തുന്നു. ഡോക്ടർ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VCയായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്യുന്നു. ഇത് വീണ്ടും നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു. ചാൻസലർ എന്ന നിലയിൽ ഗവർണറും സർക്കാരും തമ്മിൽ രണ്ടു തട്ടിൽ നിൽക്കുകയാണ്. കേരളത്തിലെ സർവകലാശാല VC നിയമനത്തിന്റെ കാര്യത്തിൽ ഹൈക്കോടതി വിധി പ്രകാരം കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് താൽക്കാലിക VC നിയമനത്തിന്റെ കാര്യത്തിൽ പാനൽ നൽകാമെന്നിരിക്കെ ആ പാനൽ നൽകുന്നതിന് മുൻപ് ഹൈക്കോടതി വിധി വന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC ചുമതല ശിവപ്രസാദിന് നൽകിക്കൊണ്ട് ഗവർണർ അസാധാരണ നീക്കം നടത്തുന്നു. ഇത് വീണ്ടും നിയമപ്രശ്നമാകുമെന്നത് ഉറപ്പാണ്. ശിവപ്രസാദിന്റെ നിയമനം സംസ്ഥാന സർക്കാർ അംഗീകരിക്കില്ല, വീണ്ടും കോടതി കയറാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണറുടേത് അസാധാരണ നീക്കം തന്നെ.